പറഞ്ഞല്ലോ, ഒരുപാട് ബിദ്അത്തുകളിലൂടെയാണ് ഒരുപാട് പുരോഹിതന്മാർ ജീവിക്കുന്നത്. സുന്നത്തിലൂടെ ഒരാൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഒരാൾക്ക് ഭൗതിക ലോകത്ത് പരിശുദ്ധ ഇസ്ലാം വിറ്റ് ജീവിക്കണമെങ്കിൽ അവൻ ബിദ്അത്ത് ഉണ്ടാക്കിയേ തീരും. സുന്നത്ത് കൊണ്ട് കൂടുതലും പണമുണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നോക്കൂ, നമ്മുടെ നാട്ടിൽ സലാത്ത് മജ്ലിസ് കാണാറുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ അത് കാണാറില്ല. എന്തുകൊണ്ട്? അവിടെ സുന്നത്തനുസരിച്ച് മുന്നോട്ട് പോകുന്നു. അവിടെയുള്ള ആലിമീങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, സലാത്ത് മജ്ലിസ് എന്ന രൂപത്തിൽ അള്ളാന്റെ റസൂൽ എവിടെയെങ്കിലും സംഘടിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ അതിന് ഏറ്റവും പ്രചാരം കിട്ടുന്നുണ്ടല്ലോ. അത് ഓൺലൈനിലൂടെ ഒക്കെ കോടികൾ സമ്പാദിക്കുന്നുണ്ടല്ലോ സലാത്തിന്റെ പേരിൽ, മദനീയം എന്ന പേരിൽ, അല്ലെ, നൂറെ ഹബീബ് എന്ന പേരിൽ പല ഉമ്മപെങ്ങന്മാരും അതിന്റെ പിന്നാലെ കൂടിയവരുണ്ട്. ഇത് ഈ ഒരു രീതിയിൽ അള്ളാന്റെ റസൂൽ സലാത്ത് പറഞ്ഞ് ആളുകളെ കൊണ്ട് കാശ് വരിപ്പിച്ച് മറ്റുള്ളവരെ കൊണ്ട് സലാത്ത് പറയിപ്പിക്കാൻ ഒരു മജ്ലിസ് ഉണ്ടാക്കിയതായ ഒരൊറ്റ ഹദീസ് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊരു അന്വേഷണം നിങ്ങൾ നടത്തൂ. അങ്ങനെ ഞാൻ പറഞ്ഞ ഓരോ കാര്യവും ഞാൻ പറഞ്ഞല്ലോ, വീട് കൂടിയാകുമ്പോൾ ഇപ്പോൾ മുസ്ലിയാക്കന്മാർ വീട്ടിലേക്ക് വന്ന് സുബഹി ജമാഅത്ത് വീട്ടിൽ നടത്തുന്നു. അതിലൂടെ അവർക്ക് എന്ത് കിട്ടും? കാശ് കിട്ടും, അല്ലെ, ശാപ്പാട് കിട്ടും. ഈ ഭൗതിക കാര്യത്തിന് വേണ്ടിയാണ് പുതിയൊരു ബിദ്അത്ത് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത്. അതിലൂടെ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റൂ. എത്ര കാര്യമുണ്ട് സഹോദരങ്ങളെ. പ്രത്യേകിച്ച് മുസ്ലിംകളോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ സത്യസന്ധമായി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കൂടുതൽ ജീവിക്കാൻ നിങ്ങൾക്ക് കാശ് ആവശ്യമെങ്കിൽ ഭൗതികമായ എത്ര തൊഴിലുണ്ട്, നിങ്ങൾ അധ്വാനിക്കൂ. ആ ഒരു പള്ളിയകത്ത് നിന്ന് പുറത്തിറങ്ങി അധ്വാനിക്കൂ. ഏത് സ്വഹാബത്താണ് അധ്വാനിക്കാതെ ജീവിച്ചത്? സർവ്വ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ ദീൻ അത് കാശുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചതല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീൻ സത്യസന്ധമായി പറയും, ജീവിക്കാൻ അവർ അധ്വാനിക്കും. അതായിരുന്നു പ്രവാചകന്മാരുടെയും സ്വഹാബാക്കളുടെയും രീതി.